ഹായ് ക്രിയേറ്റേഴ്സ്. യൂട്യൂബിൽ ഷോർട്സ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണിയാകുന്ന ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ നവംബർ 17 മുതൽ യൂട്യൂബിൽ പോളിസി മാറ്റം വരികയാണ്. എന്തിലൊക്കെയാണ് മാറ്റം വരുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതിലാദ്യം പറയുന്നത് ഷോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. കുറെ പേർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് പേഴ്സണലി ക്രിയേറ്റേഴ്സിന് അത് ദോഷകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ യൂട്യൂബ് പുതിയൊരു ഓപ്ഷൻ യൂട്യൂബിൽ കൊണ്ടുവരികയാണ്. അതായത് ഷോർട്സ് ഫീഡ് എത്ര സമയം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത്, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എത്ര സമയം വരെ പോകാമെന്നുള്ളത് അത് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയമായി കഴിഞ്ഞാൽ യൂട്യൂബ് ഒരു സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ യൂട്യൂബ് ആ ഒരു ഷോർട്സ് ഫീഡ് സ്ക്രോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ടൊരു നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളൊരു ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോ റീച്ച് ആകാനാണോ അതോ കുറയാനാണോ സാധ്യത? തീർച്ചയായിട്ടും നമ്മുടെ വ്യൂസ് ഒക്കെ കുറയാനാണ്. കാരണം എല്ലാവരും അവരുടെ ഫോണിൽ ഇപ്പൊ കുട്ടികളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഷോർട്സ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് എനിക്ക് തോന്നുന്നു കുട്ടികളിലായിരിക്കും, പഠിക്കുന്നവരിൽ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഒരു അപ്ഡേറ്റ് യൂസ്ഫുൾ ആകുക. ഒരുപാട് നേരം യൂട്യൂബിൽ ചെലവഴിക്കുന്നവരുണ്ടായിരിക്കും. അത് കുട്ടികളെന്നില്ല, മുതിർന്നവരുണ്ടാകും. അപ്പൊ അവർക്കൊക്കെ ഒരു റിമൈൻഡിങ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂട്യൂബിൽ പുതിയൊരു ഓപ്ഷൻ വരികയാണ്. ഇനി മുതൽ എത്ര സമയം വരെ സ്ക്രോൾ ചെയ്യാമെന്നുള്ളത് സെറ്റ് ചെയ്യാമെന്നുള്ളത്. ഇത് കൂടാതെ പാരന്റൽ കൺട്രോളിങ്ങിൽ കൂടുതൽ ഓപ്ഷൻസ് ഇത് വരുന്നുണ്ട്. ഷോർട്സ് ഫീഡിൽ കുട്ടികൾക്ക് എത്ര സമയം യൂസ് ചെയ്യാം, ഷോർട്സ് ഫീഡ് എത്ര സമയം സ്ക്രോൾ ചെയ്യാം എന്നുള്ള ലിമിറ്റ് പാരന്റൽ കൺട്രോളിങ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു സമയം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്മിസ് അടിക്കാൻ നമുക്ക് പറ്റും. ഇപ്പൊ കാണുന്ന കുട്ടികൾക്കാണെങ്കിലും ആർക്കായാലും അത് ഡിസ്മിസ് അടിച്ചിട്ട് നമുക്ക് അവഗണിക്കാൻ പറ്റും. പക്ഷെ പാരന്റൽ കൺട്രോൾ നമുക്കൊരു കുട്ടികളിലൊക്കെ കർശനമായിട്ട് നമുക്കത് പാലിക്കണം എന്നുണ്ടെങ്കിൽ പാരന്റൽ കൺട്രോളിങ്ങിൽ കൂടി വേണം. അത് യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല അപ്ഡേറ്റ് അല്ല എന്ന് പറയാം. ഇത് കൂടാതെ ഓൾറെഡി യൂട്യൂബിൽ ബെഡ് ടൈം റിമൈൻഡറും അതുപോലെ ടേക്ക് ബ്രേക്ക്, നമുക്കൊരു വിശ്രമത്തിനുള്ള സമയമൊക്കെ റിമൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട്. അതുകൂടാതെയാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷോർട്സ് ഫീഡിൽ ഇനി എത്ര സമയം നമുക്ക് വീഡിയോസ് കാണാമെന്ന് നിശ്ചയിക്കാനുള്ളൊരു സൗകര്യം, കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറയുക. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റ് നോക്കാം. ഇത് ഓൺലൈൻ ഗെയിമിംഗ്, അതുപോലെ സോഷ്യൽ കാസിനോ ഗെയിമിംഗ്, അതുപോലെ ഗ്രാഫിക് വയലേഷൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നവംബർ 17 മുതൽ യൂട്യൂബിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ് റൂൾസിൽ. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു അപ്ഡേറ്റ് വന്ന ശേഷം നിങ്ങളുടെ പല കണ്ടന്റും യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തേക്കാം. അതല്ലെങ്കിൽ 18+ ഏജ് റെസ്ട്രിക്റ്റഡ് മോഡിലേക്ക് മാറും. ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കാം. നവംബർ 17 മുതൽ ഞാൻ ഈ പറയുന്ന 3 ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്ന ചാനലുകൾ ഒരുപക്ഷെ അവരുടെ വീഡിയോസ് നഷ്ടപ്പെടാം നവംബർ 17 ശേഷം. അതല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ വരും, ഏജ് റെസ്ട്രിക്ഷൻ ഒക്കെ വരാം. അപ്പൊ കർശനമായിട്ടുള്ള നടപടികളാണ് യൂട്യൂബ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തിനൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിലാദ്യം പറയുന്നത് ഓൺലൈൻ ഗാംബ്ലിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇതിനു മുന്നേ ഓൺലൈൻ ഗാംബ്ലിങ്, അതായത് നമുക്ക് ആപ്പുകൾ, സൈറ്റുകൾ, അതായത് യൂട്യൂബ് ഓൾറെഡി ഓൺലൈൻ ഗാംബ്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള സൈറ്റുകൾ അതല്ലെങ്കിൽ ആപ്പുകൾ, അതിലേക്ക് നമുക്ക് ലിങ്ക് കൊടുക്കുന്നതൊക്കെ യൂട്യൂബ് ഓൾറെഡി നിരോധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ഡിജിറ്റൽ ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൺലൈൻ ഗാംബ്ലിങ്ങും യൂട്യൂബ് നിരോധിച്ചിട്ടുണ്ട്. കോസ്മെറ്റിക്സ്, അതുപോലെ NFTs, വീഡിയോ ഗെയിം സ്കിൻസ്, അതുപോലെ ഓൺലൈൻ ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ഇനി മുതൽ കർശനമായിട്ട് നിയന്ത്രിക്കുകയാണ്. നവംബർ 17 മുതൽ നമുക്ക് ആക്ഷൻ വരുന്നതാണ്. ചുരുക്കി പറഞ്ഞ ഓൺലൈൻ ഗാംബ്ലിങ് അത് ഡിജിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ പോലും ഇനി അതുപോലെയുള്ള സൈറ്റുകളോ ആപ്പുകളോ യൂട്യൂബ് അനുവദിക്കുന്നതല്ല. അങ്ങനെയുള്ള ലിങ്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. അതുപോലെ യൂട്യൂബ് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷനും എടുക്കുന്നതാണ്. രണ്ടാമത്തത് സോഷ്യൽ കാസിനോ ഗെയിംസിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്കവിടെ ഓൺലൈൻ ഗാംബ്ലിംഗ് ഒന്നുമല്ല നടക്കുന്നത്, യഥാർത്ഥ പണമൊന്നും അല്ല. അങ്ങനെയുള്ള ഗെയിമിംഗ് സൈറ്റുകളാണെങ്കിലും
അത് യൂട്യൂബ് ഏജ് റിസ്ട്രിക്റ്റഡ് ആക്കുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം കാണാവുന്ന രീതിയിലേക്ക് യൂട്യൂബ് ഇനി മുതൽ മാറ്റുന്നുണ്ട്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള വീഡിയോസ് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതല്ല, പകരം ഇനി മുതൽ 18+ കണ്ടന്റ് ആയിട്ട് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണുക എന്നുള്ള രീതിയിലേക്ക്, ആ ഒരു കാറ്റഗറിയിലേക്ക് ഈ ഒരു വീഡിയോ മാറുന്നതാണ്. മൂന്നാമത്തത് ഗ്രാഫിക് ഗെയിമിംഗ് കണ്ടന്റ്. അതായത് ഒരുപാട് ഗെയിമിംഗ് കണ്ടന്റുകൾ ആളുകൾ വീഡിയോസിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഇനി മുതൽ വയലൻസ് വല്ലാതെയുള്ള, ഒരുപാട് വയലൻസ് ഉള്ള, നമുക്ക് യഥാർത്ഥ മനുഷ്യരെന്ന് തോന്നിപ്പിക്കുന്ന ആളുകളെ ഭയങ്കര ക്രൂവലായിട്ട് കൊല്ലുന്ന, ഒരുപാട് പീഡന ദൃശ്യങ്ങളുള്ള, സാധാരണക്കാരായ, ഇപ്പൊ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാത്ത സാധാരണക്കാരായ സിവിലിയനൊക്കെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഗെയിമിങ്ങുകൾ, ഇങ്ങനെയുള്ളതൊക്കെ ഇനി മുതൽ ഏജ് റിസ്ട്രിക്റ്റഡ് ആകും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18+ കണ്ടന്റിലേക്ക് യൂട്യൂബ് മാറ്റുന്നതാണ്. ഇവിടെ യൂട്യൂബ് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എത്ര സമയം ഇത് നടക്കുന്നുണ്ട്, ഇത് മാത്രമാണോ അത് എയിം ചെയ്യുന്നത്, ഈ ഒരു ക്രൂവലായിട്ടുള്ള ദൃശ്യങ്ങൾ ഇത് മാത്രമാണോ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ഇനി മുതൽ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കണ്ടന്റുകൾ നവംബർ 17 ശേഷം യൂട്യൂബ് ആക്ഷൻ എടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഏജ് റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പോയിട്ട് ഏജ് റിസ്ട്രിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റി കൊടുക്കണം. അതുപോലെ ഈ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂട്യൂബിൽ നമ്മൾ ബ്ലർ ചെയ്യണം, അതുപോലെ ട്രിം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നവംബർ 17 മുന്നേ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പോയി ചെയ്യണം. അപ്പൊ നമുക്ക് സ്ട്രൈക്ക് ഒന്നും ലഭിക്കുന്നതല്ല. മാത്രമല്ല, ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് റിമൂവ് ആയി അതുപോലെ ഏജ് റിസ്ട്രിക്റ്റഡ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇമെയിൽ ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാനും അവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വലിയൊരു മാറ്റമായിട്ട് വരുന്നത്. അപ്പോൾ ഷോർട്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പ്രത്യേകം കമന്റ് ആയിട്ട് പറയുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.